നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 10-ാം തീയതി 1199-ാം ആണ്ട് മീനമാസം 28-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ശുഭ ദിവസമാണ് ബുധനാഴ്ച. ബുധൻ പ്രവൃത്തികാരകനാണ്. എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ് ബുധനെങ്കിലും ഇന്നത്തെ നക്ഷത്രം ശുഭനക്ഷത്രമല്ല, ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് ഭരണി നക്ഷത്രം എടുക്കാൻ പാടില്ല. ഇന്നാകിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഭരണി നക്ഷത്രവും ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അത് വളരെ അനുകൂലപ്രദമാണ്. നിങ്ങൾക്ക് ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും, രണ്ടുമല്ലാത്തവർക്ക് ബിസിനസ്സാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നേട്ടത്തെ കൊടുക്കും. അതിനെല്ലാം അനുകൂലപ്രദമായ വർഷം തന്നെയാണ്. സാമ്പത്തിക നേട്ടം വന്നു ചേരും. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുകൂലപ്രദമാണെങ്കിൽ നക്ഷത്രം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് അനുകൂലപ്രദമല്ല. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവർക്ക് ഒരു വർഷം ഭാഗ്യദായകമായി തീരാൻ വേണ്ടി, അനുകൂലപ്രദമെന്ന് പറഞ്ഞു, അവർക്ക് ലഭിക്കേണ്ടതൊന്നും തടസ്സം കൂടാതെ ലഭ്യമാവാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതലായി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതുപോലെ മഹാലക്ഷ്മി ഭഗവതി ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് കുങ്കുമ അർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ കൊടുക്കണം. അതുപോലെ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരാനും നമ്മളിലേക്ക് പ്രകൃതിയിൽ നിന്നുള്ള ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താനുമായിട്ട് പച്ച കളറിലുള്ള വസ്ത്രധാരണം നടത്തുന്നത് ഏറ്റവും അനുകൂലപ്രദമാണ്. പച്ച വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ പച്ച കളറിലുള്ള ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുക. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത്, അല്ലാതെ പോക്കറ്റിൽ എവിടെയെങ്കിലും മടക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ കളറിന് സാധിക്കും. അപ്പോൾ ഭാഗ്യദായകമായി തീരാൻ വേണ്ടി സഹായിക്കും. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ല, ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി മുതൽ 12:48 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. പക്ഷേ ഇന്നത്തെ രാഹുകാല സമയം വരുന്നത് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് 12 തൊട്ട് 1:30 മണി വരെ രാഹുകാല സമയം എന്നിട്ടിട്ടുണ്ടെങ്കിലും രാഹുകാലം 12 മണിക്ക് ആരംഭിക്കില്ല. രാഹുകാല സമയം ആരംഭിക്കുന്ന 12:26 വരെ തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ 1 മണി 12:26 തൊട്ട് 1 മണി 57 മിനിറ്റ് വരെ രാഹുകാല സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും രാഹുകാലം നമുക്ക് ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങൾക്കും രാഹുകാലം അനുകൂലപ്രദവുമാണ്. യാത്രയ്ക്ക് മാത്രം എടുക്കരുത്. യാത്രാവേള ഒഴിവാക്കി കളയണം. യാത്രയ്ക്ക് നമ്മൾ രാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റെല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം. എങ്കിലും യാത്രയ്ക്ക് ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾ വിജയിക്കാതെയും വഴി കിടന്ന് യാത്ര വഴിയിലായി പോവുകയും ഒക്കെ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് രാഹുകാലം ഒഴിവാക്കുക. രാഹുകാല സമയം വരുമ്പോൾ 12 മണി മുതൽ 12:48 വരെ രാഹുകാലം ഉണ്ടെങ്കിലും 12:26 വരെ തൊട്ട് രാഹുകാലം തുടങ്ങുന്നത് കൊണ്ട് ശരിക്കും അഭിജിത്ത് മുഹൂർത്തം 12 തൊട്ട് 12:48 വരെ ഉണ്ടെങ്കിലും രാഹുകാലം 12:26 തൊട്ട് ആരംഭിക്കുന്നത് കൊണ്ട് ആ 26 മിനിറ്റ് നമുക്ക് എന്ത് ശുഭകാര്യത്തിന് വേണോ അന്നത്തെ ദിവസം എടുത്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. അന്നത്തെ ഗുളികകാല സമയം വരുന്നത്
10 മണി 54 മിനിറ്റ് തൊട്ട് 12 മണി 28 മിനിറ്റ് വരെയും യമകണ്ഠകാലം 7 മണി 52 മിനിറ്റ് തൊട്ട് 9:23 വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര കണ്ട് നല്ലതല്ല. പല കാര്യങ്ങളും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് മാറ്റിവെച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസം കഷ്ടതയൊന്നും വരാതെ സന്തോഷപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.